ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽ പൊറോട്ടയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൊറോട്ടയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നല്ല ലെയറുകളോടുകൂടി തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈദ ഉപയോഗിച്ചല്ലാതെ ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഓപ്ഷണലാണ്. മുട്ട കഴിക്കാത്തവർക്ക് മുട്ടയില്ലാതെ ഇതുണ്ടാക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മുട്ടയും പഞ്ചസാരയും ഉപ്പും എണ്ണയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് എടുക്കുന്നത് പാലാണ്. നമ്മളിത് പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചത് കുഴച്ചെടുക്കരുത്. കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് പാലാണ്. ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. തണുത്ത പാൽ നമ്മൾ എടുക്കരുത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട്. നമ്മുടെ മാവ് എത്രത്തോളം നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരുന്നോ അത്രയും നന്നായിട്ട് നമ്മുടെ പാൽ പൊറോട്ട നന്നായിട്ട് തന്നെ കിട്ടും. ഒരു 5 മിനിറ്റ് കണ്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കാമെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സോഫ്റ്റായി കിട്ടും നമ്മുടെ ഈ മാവ്. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടി നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കണം. നമ്മുടെ പൊറോട്ടയുടെ ഒരു ടേസ്റ്റാണ് അതിന്. പൊറോട്ടയെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് 10 മിനിറ്റ് അല്ലാതെ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകൾ വശത്തും താഴ്വശത്തും ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്ത ശേഷം ഈ മാവ് ചെറിയ ബൗൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. വളരെ ചെറുതായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. പാലുകൊണ്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നമ്മളിവിടെ ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കനം കുറച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. മൈദപ്പൊടി വിതറിക്കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് താണ്ട് ഇതേപോലെ അകത്തോട്ടൊന്ന് മടക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അടുത്ത വശവും അതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. ഇനി 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മൈദപ്പൊടിയും കൂടെ ഞാൻ വിതറി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നീളത്തിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. കനം കുറച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ഒരുപാട് മടക്കുകളായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ലേയേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ദാണ്ട് ഒരെണ്ണം ഞാൻ ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ പരത്തിയ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസാക്കി വെച്ച മാവെല്ലാം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്.
പാൻ ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ പരത്തി വെച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒരു സൈഡ് ചെറുതായിട്ടൊന്നായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, മറു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടാണ് വരുന്നത്. നല്ല ടേസ്റ്റ് വേണത് കഴിക്കാൻ. അപ്പോൾ അതാണ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഞാൻ ദാണ്ട ഈ രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് പൊങ്ങി വരും. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നമ്മുടെ പാൽ പൊറോട്ട, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാൽ പൊറോട്ടയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇത് മൈദ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, നമ്മുടെ ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇതാ കണ്ടില്ലേ, നല്ല ലെയേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് മടക്കുകളുണ്ട്. നമ്മൾ പല മടക്കുകളായിട്ട് ഇത് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ആ രീതിയിൽ നല്ല ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റുമാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.